രൂപയുടെ ലോട്ടറി അടിച്ച് എന്നിട്ട് ഇന്നാണ് ഒരു 5000 രൂപ അടിച്ചത്. ആ 5000 രൂപ അടിച്ച് കറക്റ്റ് ടൈമിനാ വാടക കൊടുക്കണം. ഭാഗ്യവാൻ 5000 രൂപ അടിച്ചത് ഞാൻ അറിഞ്ഞു. ചേട്ടാ അല്ല വണ്ടി എന്ത് പറയാ നാളെ വാടക കൊടുക്കണ്ട. അപ്പൊ കറക്റ്റ് ടൈമിനായിരിക്കും 5000. ഞാൻ വേറൊരാളും നാളെ തരാന്ന് പോയി തന്നെ എന്റെ അടുത്ത് ഉണ്ടല്ലോ മോനെ 5000. നിനക്ക് ഇപ്പൊ ലോട്ടറി അടിച്ചത് 1000 രൂപ ഞാൻ ഫ്രണ്ടൊന്ന് പണിയാൻ. ജോർജിയൊന്നും തരാതിരിക്കാനും പറ്റൂല. ഇല്ല നീ കുഴപ്പമില്ല തരാന്ന്. തരണോട്ടാ അടുത്ത ആഴ്ച തന്നെ. അല്ല അതിന് മുമ്പ് തരാം ഞാൻ. വളരെ ഉപകാരം. നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിനക്ക് 5000 അല്ലേ അടിച്ചുള്ളൂ, 1 കോടി അടിക്കട്ടെ. ഓക്കെ 5000 രൂപ കിട്ടിയത് നാളെ 4000 വേണം. ഇനിയിപ്പോൾ എത്ര 200 രൂപ അവർ പിടിക്കും. 3000 രൂപ കൊണ്ട് പണിക്ക് പോകണം. വാടക 2000 രൂപ ഉണ്ടാക്കാൻ. 1000 രൂപ ജോർജേട്ടൻ കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? 3000 രൂപ നമുക്ക് എന്ത് ചെയ്യും? 1000 രൂപ പോകണം. വീട്ടിൽ 10 പൈസ പോലും എന്റെ കയ്യിലുമില്ല, വീട്ടിലുമില്ല. അതുകൊണ്ട് പൊടി മേടിക്കാൻ പോലും 10 പൈസയില്ല. 1000 രൂപ എനിക്ക് കടണ്ട. ഞാൻ നാളെ കൊണ്ടുവന്ന് തരാം. 5000 രൂപ ലോട്ടറി അടിച്ചെന്നുള്ളത് ശരിയാ. പക്ഷെ അപ്പൊ ആ ജോസഫാൻ ജോർജന്നെ എന്തെങ്കിലും 1000 രൂപ മേടിച്ചുകൊണ്ട് പോയി. നാളെ വാടക കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കണം. 5000 രൂപ വാടക കൊടുക്കണം. അതിനിപ്പോ 1000 രൂപ ഞാൻ എങ്ങനെ വെക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അല്ലെ നാളെ ഞാൻ പണിക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരമായിട്ട് കൊടുക്കണ്ടേ? എന്ത് ചെയ്യും? നാളെ ഞാൻ തന്നേക്കാം. നാളെ കൊടുക്കുള്ളൂ. നാളെ ഞാൻ തന്നേക്കാം. ഇപ്പൊ എനിക്കൊരു 1000 രൂപ നാളെ വൈകുന്നേരം തരുമോ? വൈകുന്നേരം തരാം. കൊറേ പേര് വന്നേക്കുന്നു. എന്ത് ചെയ്യും? പണിയില്ല. 2-3 ഒന്നും കുഴപ്പമില്ല. പോയി അവർക്ക് എന്താന്ന് വെച്ചാൽ വാങ്ങിച്ച് ചേച്ചി പന്നിയായിട്ട് കാര്യങ്ങൾ നടത്ത് കേട്ടാ. നാളെ വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ തന്നാൽ മതി. ആ 5000 രൂപ ലോട്ടറി അടിച്ചപ്പോൾ ഇപ്പോൾ എത്ര 2000 രൂപ അറിയുന്നു. 3000 രൂപ. ഈ ലോട്ടറി 8 ലക്ഷം രൂപ ലോട്ടറി എടുത്തിട്ടാണ് ഈ 5000 വലുതാൾക്കല്ല ആദ്യമായിട്ട് 5000 രൂപ അടിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ സംഗതി ശരിയാ. അപ്പൊ അതിന് 3000 രൂപ തീർന്നു. ഇനി 2000 രൂപ ഉണ്ട്. ആരെയും ചോദിക്കുന്നതിന് മുമ്പേ വീട്ടിൽ പോവാം. എടാ ഞാൻ ഇവിടെ വേറെ ആളെ കാണാൻ വേണ്ടി വന്നതാ. നീ എവിടെ പോവാ? എനിക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഹോസ്പിറ്റലിലാണ്. അത്യാവശ്യം ഓപ്പറേഷൻ നടന്നു. എല്ലാവരും പൈസ കൊടുക്കുന്നു. നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് 2000 രൂപ പൈസ ഉണ്ടെങ്കിൽ 2000 രൂപ എനിക്ക് 2 ദിവസം കൊണ്ട് തിരിച്ചു തരും. വളരെ ഉപകാരമായിരിക്കും. അത് ഓപ്പറേഷൻ ഒന്നും നടക്കില്ല. ഓപ്പറേഷൻ ആകെ എൻ്റെ 2000 രൂപ ഉള്ളതാ. വീട്ടുകാരനല്ലേ അത് വീട്ടുകാരനെ ഒരു മുറുക്കില്ലാത്തതുകൊണ്ടാണ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് നാളെ എത്തിക്കാൻ പൈസ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ പൈസ. എടാ നാളെ തന്നെ. നാളെ വാങ്ങുമ്പോ വാടക കൊടുക്കണ്ട. നാളെ വൈകുന്നേരം നാളെ എന്നെ എണ്ണാനൊന്നുമില്ല. അതേ ഉള്ളൂ 2000 രൂപ ഉള്ളൂ. ഇതും മറക്കൂ. ലോട്ടറി അടിച്ചു 5000 രൂപ. ഇതിലിപ്പം ലോട്ടറി അടിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ പുറകെ നടന്ന കാശ് കഴിക്കാൻ പോകണം. ഇനി തന്നില്ലെങ്കിൽ ഉള്ള ബന്ധം പോകും. ഇപ്പം ഞാൻ ലോട്ടറി എടുക്കണം. ഇല്ല, ഇനി ഞാൻ ലോട്ടറി എടുക്കണില്ല. ലോട്ടറി എടുത്തിട്ട് എത്ര ലക്ഷം രൂപയുടെ ലോട്ടറി എടുത്ത് വലിയ ഗുണമുണ്ട്. 10 രൂപ അടിക്കണുണ്ടോ? മദ്യത്തിനും ലോട്ടറിക്കും സർക്കാർ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം കണ്ടില്ലേ 5000 രൂപ അടിച്ച് എൻ്റെ അവസ്ഥ. 10 പൈസ കയ്യിലില്ല. ഈ ലോട്ടറി എടുക്കുന്നില്ല. ലോട്ടറി എടുത്ത് കുടുംബം നശിച്ച്. ഇനി ജനങ്ങളോട് പറയാൻ എനിക്കൊന്നുള്ളൂ, ലോട്ടറി എടുക്കല്ലേ, മദ്യപിക്കല്ലോ, നമുക്കൊരു ഗുണവുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ കാശ് ചോദിച്ച് ഞാൻ ചെല്ലുമ്പോൾ അവരില്ലയെന്ന് പറയും. ചോദിക്കുമ്പോൾ അവന് ദേഷ്യം, തന്നില്ലേ നമുക്ക് സങ്കടം, വൈരാഗ്യം. വേണ്ട, ഞാൻ പോവാം. പോട്ടെ, ഇനി ലോട്ടറി എടുക്കുന്നില്ല, ഒന്നുമില്ല.
മദ്യപാനവും നിർത്തി, ലോട്ടറി എടുക്കുന്നത് നിർത്തി. വന്നാലാണ് അവൻ വരണം. 1000 രൂപയും കൊടുക്കാം. ഇത്രയും ഉണ്ടെന്നുമ്പോഴേക്ക് എന്ത് സന്തോഷം. കുടുംബത്തിൽ നല്ല അടിപൊളി. ഇത് ആരുടെ സുകുമാര? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ലതാണ്. നമ്മക്കിപ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ ജോർജേട്ടൻ അന്ന് എന്നോട് ഒരു 1000 രൂപ വാങ്ങിച്ചു ഓർക്കുണ്ടോ? അന്ന് ലോട്ടറി എടുത്തപ്പോ അന്ന് ലോട്ടറി അടിച്ചു നിനക്ക് 1000 രൂപ പൈസ തന്നേരും. പൈസ നീ എന്താ സുകുമാര അങ്ങനെ പറയും? നീ പണിയെടുത്ത പൈസ അല്ല, നീ ലോട്ടറി അടിച്ച പൈസ ഞാൻ 1000 രൂപ മേടിച്ചു. ഓക്കെ സുകുമാര, നീ വിഷമിക്കണ്ട. ഞാൻ 1000 മേടിച്ചു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിനക്ക് ഞാൻ തരും. എനിക്കൊരു 5000 രൂപ അടിച്ചോണ്ട് നിനക്ക് ഞാൻ 1500 രൂപ തരും. ഇത് സത്യം. നീ പണിയെടുത്തൊന്നും അല്ലല്ലോ സുകുമാര. നിനക്ക് ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ. എനിക്കന്ന് വണ്ടിയുടെ പണി ഉണ്ടായിരുന്നു, നീ തന്നു. ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞില്ല, നിനക്ക് തരും ഞാൻ. നിനക്ക് 1 കോടി അടിക്കട്ടെ എന്നാ ഞാൻ ദൈവത്തോട് പറഞ്ഞു. ജോർജേട്ടാ, ഞാൻ പണിയെടുത്ത കാശിനാണ് ഞാൻ പോയി ലോട്ടറി എടുത്തത്. എനിക്ക് വെറുതെ ആരും കൊണ്ട് തന്ന കാശല്ല. ഒരു ലോട്ടറിക്ക് 50 രൂപയാണ്. ആ 50 രൂപയിൽ 10 എണ്ണം എടുത്തതിലാണ് ഒരെണ്ണം അടിച്ചത്. അതിൽ നിന്നാണ് ജോർജേട്ടന് ഞാൻ പൈസ തന്നത്. ആ കാശ് അതാണ് ഞാൻ ചോദിച്ചത്. അത് തരാൻ ചേട്ടൻ 5000 10000 അടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കണോ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ അതിന് മുമ്പ് എനിക്ക് വർത്താനം പറയുമ്പോ സൂക്ഷിച്ച് വർത്താനം പറയണം. പൈസ എനിക്ക് തരണം. കാരണം ഒരാഴ്ച എന്നും പറഞ്ഞ് മേടിച്ചിട്ട് ഇപ്പൊ 1 മാസത്തിന് മേലെ നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ആ കാശ് തന്നിട്ട് പോയാൽ മതി. ജോർജേട്ടാ, പൈസ എനിക്ക് തന്നെ വേണം. ജോർജേട്ടനെ ഇനി എന്ന് കാണാനാ? ജോർജേട്ടനെ വല്ല ഓട്ടം പോയി അങ്ങനെ നടന്ന് ഞാൻ കാണും. ഇപ്പൊ തന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ കാണുന്നത്. നിനക്ക് നീ പണിയെടുത്ത് കിട്ടിയ പൈസ ഒന്നും അല്ല. നിനക്ക് ലോട്ടറി അടിച്ച പൈസ നീ 1000 രൂപ തന്നെന്നുള്ളത് ശരിയാ. ഞാൻ 1500 തരാന്ന് പറഞ്ഞല്ലോ. തരാന്ന് പറഞ്ഞ എന്റെ കൈ കിട്ടുന്നുണ്ടോ? ആരാ തന്നിട്ടാണ് ഈ പറയുന്നത്. പിന്നെ എന്റെ അടുത്ത് നീ മേടിക്കണമെന്നാ? എന്റെ തൊള്ളതല്ലേ തരാൻ പറ്റും. എന്റെ കാശ് എന്നിട്ട് വർത്താനം പറഞ്ഞു. ഞാൻ മേടിച്ച തെളിവുണ്ടോടാ നിനക്ക്? എന്റെ കയ്യിൽ നിങ്ങൾ തന്നെ തെളിവ്. എവിടെ തെളിവ്? നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുമ്പോ എന്തായിരുന്നു സുകുമാരാ? അത് 1000 രൂപടാ. എന്തൊക്കെ അഭിനയായിരുന്നു. ഇപ്പൊ കാശ് ചോദിച്ചപ്പോ നിന്റെ മേടിച്ചിട്ടില്ല. നിന്റെ അടുത്ത് കാശ് ഞാൻ മേടിച്ചിട്ടില്ല. നീ മേടിക്കോ? മേടിക്കണം. പൈസ മേടിക്കണം. പൈസ ചോദിച്ചപ്പോ ഇതാണ് അവസ്ഥ. ആ സ്നേഹവും ആ ബന്ധവും പോയി. ഈ ചോദിക്കുന്നില്ല. ഇനി അവരോട് ചോദിച്ചാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരണം? ഇനിയിപ്പോ ലോട്ടറി എടുക്കണില്ല, കടവും കൊടുക്കണില്ല, ആ സ്നേഹവും ബന്ധവും വേണ്ട. എല്ലാം നിർത്തി. വെറുതെ ലോട്ടറി അടിച്ചു 10 പൈസ കിട്ടിയില്ല, അടിയും കിട്ടി.